നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. കുരുക്കഴിച്ച തിരുത്ത്. മെട്രോ ഉദ്ഘാടനം സംബന്ധിച്ച വിവാദത്തിൽ മന്ത്രി കടകംപള്ളിയെ തിരുത്തി സർക്കാർ. ഉദ്ഘാടനം മെയ് 30 ഉണ്ടാകില്ല. സർക്കാർ ശ്രമം പ്രധാനമന്ത്രിക്ക് സൗകര്യപ്രദമായ തീയതിയിൽ ഉദ്ഘാടനം നടത്താൻ. നരേന്ദ്രമോദിയെ ക്ഷണിച്ച് ഏപ്രിൽ 11 കത്തയച്ചുവെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും വിശദീകരണം. മെട്രോ ഉദ്ഘാടന തീയതിയിൽ കടുംപിടുത്തമില്ലെന്ന് കടകംപള്ളി. മെട്രോ ഉദ്ഘാടനം പ്രധാനമന്ത്രി തന്നെ നിർവഹിക്കുമെന്ന് മുഖ്യമന്ത്രി. ഉദ്ഘാടന തീയതി സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നരേന്ദ്രമോദി അസൗകര്യം അറിയിച്ചാൽ മാത്രമേ മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നും പിണറായി. അതിനിടെ മെട്രോ ഉദ്ഘാടനത്തിന് മോദിയെ ക്ഷണിച്ചത് കേരളത്തിലും വികസനം വന്നു എന്ന് അദ്ദേഹത്തിന് നേരിൽ ബോധ്യപ്പെടാനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ നിലപാട് മാറ്റം പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാതെയുള്ള ഉദ്ഘാടനത്തിനെതിരെ കോൺഗ്രസും ബിജെപിയും രംഗത്ത് വന്നതോടെ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ മോദിയുടെ അഭാവം ഉചിതമല്ലെന്നും പ്രതികരണം. GSTയിൽ സേവനധാരണ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കി GST കൌൺസിലിൽ സേവന നികുതി നിരക്കുകൾ സംബന്ധിച്ച് തീരുമാനം. ഇൻഷുറൻസ്, ടെലികോം, ഹോട്ടൽ, റെസ്റ്റോറന്റ് എന്നീ മേഖലകളെ സേവന നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനമായതായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ജൂലൈ 1 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ. നികുതി നിരക്കുകൾ 5%, 10%, 18%, 28% എന്നീ സ്ലാബുകളിലായി. ടെലികോം, ധനകാര്യ സേവനങ്ങൾക്ക് സ്ലാബ് നിരക്ക് 18% ആയിരിക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലി. പുതിയ നിരക്കുകൾ ബാധിക്കുക സിനിമ, തിയേറ്റർ മുതൽ ഫോൺ ബില്ലുകളെ വരെ. അതേസമയം സ്വർണ്ണ നികുതിയുടെ കാര്യത്തിൽ ഇന്നത്തെ GST യോഗത്തിലും തീരുമാനമായില്ല. കരയെടുക്കുന്ന കൂട്ടുകെട്ട്. എതിർപ്പുകൾ അവഗണിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സഹകരണം തുടർന്ന് CPM-ഉം കേരള കോൺഗ്രസും. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കേരള കോൺഗ്രസ് അംഗം സെബാസ്റ്റ്യൻ പുളത്തുങ്കലിന് ജയം. പഞ്ചായത്തിൽ 6 അംഗങ്ങൾ വീതമുള്ള മാണി കോൺഗ്രസും CPM-ഉം ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് CPI അംഗവും PC ജോർജ് വിഭാഗവും. എന്നാൽ ധാരണകൾ ലംഘിച്ച് കോൺഗ്രസ് അംഗം മത്സരിച്ചത് വഞ്ചനയെന്ന് കേരള കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സഖറിയാസ് കുതിരവേലി. അതിനിടെ മാണിയോടും ബാലകൃഷ്ണപിള്ളയോടുമുള്ള CPM നിലപാടിൽ ആക്ഷേപവുമായി MM ഹസൻ. അഴിമതിക്കാരെല്ലാം CPM തൊട്ടാൽ വിശുദ്ധരാകുമെന്നതിന് തെളിവാണ് ബാലകൃഷ്ണപിള്ളയുടെ ക്യാബിനറ്റ് പദവിയും കോട്ടയത്തെ കൂട്ടുകെട്ടും. CPM-ന്റേത് അവസരവാദ നിലപാടെന്നും കോൺഗ്രസ്. പനിപ്പേടിയിൽ കേരളം. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. ഇതുവരെ രോഗം സ്ഥിരീകരിച്ച 3525 പേരിൽ 2300 പേരും തലസ്ഥാന ജില്ലക്കാർ. മരണസംഖ്യ 14 ഉയർന്നതും ഭീതിയുണ്ടാക്കുന്നത്. ഒരിക്കൽ ഡെങ്കി ബാധിച്ചവരും ഗുരുതര അസുഖങ്ങളുള്ളവരും മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം. അതേസമയം തലസ്ഥാന നഗരപ്രദേശങ്ങളിലെ ഇപ്പോഴത്തെ സ്ഥിതി ഞെട്ടിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ്. മഴക്കാലപൂർവ്വ ശുചീകരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചത് കാലവർഷമെത്താൻ 2 ആഴ്ച ശേഷിക്കെ. പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അലംഭാവം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.